അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉസ്താദ് ഈ അതിരേക്കത്തിനൊക്കെ എതിരാണ്. അതുപോലെ ഔലിയാക്കുന്നതും ഷെയ്ഖാക്കുന്നതും ഇതുപോലെയുള്ള ഏർപ്പാടുകൾക്കൊക്കെ ഉസ്താദ് വല്ലാത്ത എതിർതാണ്. കാരണം ഒരുപാട് തട്ടിപ്പന്മാരാണ് ഇതിലുള്ളത്. തട്ടിപ്പിൻ്റെ ലോകമാണ് ഇന്നുള്ളത്. ഇത് ഞാൻ എല്ലായിടത്തും ഏകദേശം പോയാൽ പറയും. ഇന്ന് സമൂഹത്തിൽ വളരെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു മേഖലയാണ്. ഒരുപാട് കള്ളനാണയങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഒരുപാട് കള്ളന്മാരുണ്ട്. പ്രത്യേകിച്ച് ഈ ചികിത്സയുടെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ആളുകളെ നട്ടം തിരിക്കുന്ന ആളുകൾ എല്ലാ നാട്ടിലുണ്ട്. ഇന്ന് ആത്മീയത എന്ന് പറഞ്ഞാൽ ചികിത്സയാണ് പലരും ധരിച്ചത്. നിങ്ങൾ നോക്കി, ഈ ചികിത്സ കൊണ്ടാണ് ആളുകളെ ഈ പകന്മാരൊക്കെ കബളിക്കുന്നത്. എനിക്ക് അവിടെ പൊരുത്തം കിട്ടിനി, അവിടെ ഏർവാടിൽ അല്ലെങ്കിൽ മുത്തുപ്പേട്ടിൽ പൊരുത്തം കിട്ടിനി. എന്തിന്? തണ്ണിക്കൂതാനി. അല്ല, ഈ അവരൊക്കെ തണ്ണിക്കൂതാനും മന്ദഹിക്കാനും മാത്രമേ പൊരുത്തം കൊടുക്കുന്നത്. ഈമാനും തഖ്വയൊക്കെ അല്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്താ? ഈമാനും തഖ്വയാണ്. അതിന് പൊരുത്തം കിട്ടീനി എന്ന് പറഞ്ഞിട്ട് ആർക്കുമില്ല. പിന്നെ പൊരുത്തം കിട്ടുന്നതൊക്കെ തണ്ണിക്കൂതാനാണ്, ചികിത്സ നടത്താനാണ്. ഈ ചികിത്സന്റെ പേരിൽ എത്ര ആളെ നട്ടം തിരിക്കുന്നു, എത്ര ആളെ നട്ടം തിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. ഇത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ശരി, കഴിഞ്ഞില്ലെങ്കിലും ശരി. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണിത്. എതിർത്താലും ശരി, കുറ്റം പറഞ്ഞാലും ശരി, പകയന്മാർക്കെതിരെ നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ ഇവിടെ സമൂഹത്തിനെ ചൂഷണം ചെയ്യും ആളുകൾ. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നു. വിവരമില്ലാത്ത പാവപ്പെട്ടവർ, ചിലപ്പോൾ ഗതിയില്ലാത്തവർ, അവരുടെ പ്രയാസത്തിന്റെ സമയത്ത്, കഷ്ടപ്പാടിന്റെ സമയത്ത് പോയപ്പോൾ അവരെ ചൂഷണം ചെയ്ത് പിഴിഞ്ഞ് രക്തം കുടിക്കുന്ന ചില ആത്മീയതയുടെ ആളുകളില്ലേ? അവരെ സ്വത്തും അവരെ സമ്പത്തും അവരെ സമയവും എല്ലാം ചൂഷണം ചെയ്യുന്നില്ലേ? ഇതിനാരാണ് ഇതിനെതിരെ ശബ്ദിക്കേണ്ടത്? ഉലമാഇന്റെ മേഖലയിൽ യഥാർത്ഥ ഒരു ഉലമാ, നമ്മൾ അതിന്റെ അവകാശികളല്ലെങ്കിലും ആ മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്നവർ നമ്മളാണ്. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ കടുത്ത നിലക്ക് സംസാരിച്ചില്ലെങ്കിൽ പകയന്മാർ ഇവിടെ വളർന്നു വരും. ഞാൻ ഈ അടുത്ത് പിന്നെ മറ്റേ കുക്കാജയിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഒരു ഇസ്മു തൽസമാത്തൊക്കെ ഉണ്ട്, ഞാൻ എതിർക്കുന്നില്ല, ഉണ്ട്. അതിന് ചികിത്സയൊക്കെ രൂപങ്ങളുണ്ട്, അറിഞ്ഞവരുണ്ട്, നല്ലവരുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ തട്ടിപ്പന്മാർ ധാരാളമുണ്ട്. ഒരു പാവപ്പെട്ടവനെ 2 ലക്ഷം ഉറുപ്പ വാങ്ങി ചികിത്സന്റെ പേരിൽ. 2 ലക്ഷം. എന്തിനിത്? 2 ലക്ഷം ചിലവുണ്ടാ? 4 ഗോണ്ടു തേങ്ങക്കും 4 മുട്ടക്കും 2 ലക്ഷം എന്നാ? 2 ലക്ഷം ഉറുപ്പിക. എന്നിട്ട് നല്ല ഒരു ആട് എങ്ങനെ കൊടുത്താലും മതിയാകുന്നില്ല. അതിൻ്റെ ഫോട്ടോ ഇയാൾക്ക് മുൻകൂട്ടി അയക്കണം വാട്സപ്പിൽ. മൂസാ നബിൻ്റെ കാലഘട്ടത്തിൽ പശു അർത്ഥ പോലെ. അങ്ങനെ ഏത് ആട് കാണിച്ചാലും ഇയാൾക്ക് മതിയാകുന്നില്ല. ഭയങ്കരമായൊരു ആട്, കൊമ്പ് ഇങ്ങനെ മടങ്ങിയത് ആട് കണ്ടപ്പോൾ അതാവും പറഞ്ഞു. ഇങ്ങനൊരു ആടും 2 ലക്ഷം ഉറുപ്പിക്കും പൈസ വാങ്ങി ഒരു പാവപ്പെട്ടവനെ ചതിച്ചു. ഇതിനെതിരെ നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ ഇതൊക്കെ നല്ലതാണ്, സുന്നത്ത് ജമാഅത്താണെന്നാണോ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്? ഇതാണ് സുന്നത്ത് ജമാഅത്ത്? ആത്മീയ ചികിത്സ നടത്തുന്നവർ ശ്രദ്ധിക്കണം. കണക്കിട്ടുകൊണ്ട് ഇത് സിഹിറാണെന്ന് നിങ്ങൾക്ക് കണ്ടാലും അവരോട് സിഹിറാണെന്ന് പറയാൻ പാടില്ല. അത് കേവലം തഹ്മീന് മാത്രമാണ്, നിഗമനം മാത്രമാണ്, ഊഹകൾ മാത്രമാണ്. കണക്കുകളൊന്നും ഒരു 10% പോലും ഉറപ്പുള്ളതല്ല. നിങ്ങൾ അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, നിഗമനം മാത്രമാണ്. നിങ്ങൾക്ക് ചികിത്സ നടത്താം, ഞാൻ ചികിത്സിക്കാം. ശിഫിയാക്കുന്നവൻ അല്ലാഹുവാണ്. അത് എന്താണ് നിങ്ങൾക്ക് വേണ്ട? പ്രശ്നം എന്താണ് നിങ്ങൾക്ക് വേണ്ട? ഞാൻ വലിയൊരു ആലിമിൻ്റെ അടുത്തൊരു പ്രശ്നം പറയേണ്ടി പോയി. അയാൾ മരിച്ചു, ബഹുമാനപ്പെട്ട മാണിക്കത്ത് ഉസ്താദ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അതൊന്നും വേണ്ട മൈലാരങ്ങൾക്ക്, ഞാൻ പണിയെടുക്കാം. അതാണ് പറയേണ്ടത്. സിഹിറാണെന്ന് പറയാൻ ആര് പറഞ്ഞു? ഇത് സിഹിറാണെന്ന്? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? കണക്ക് ഉറപ്പാണോ പറയാൻ? ഊഹ മാത്രമാണ്, തഹ്മീന് മാത്രമാണ്. അത് പറയാൻ പാടില്ല. ഉറപ്പുണ്ടെങ്കിലല്ലേ പറയേണ്ടത്. ചികിത്സ നടത്തുമ്പോൾ സൂക്ഷിക്കണം.
നല്ലവരുണ്ട്. ഈ നല്ലവർക്കും കൂടി പേര് മോശമാകുന്നു ഈ അറിവില്ലാത്ത ചില ജാഹിലികൾ വന്ന് ചികിത്സ നടത്തിയിട്ട്. തൽസമ ഉണ്ട്, അസ്മാവിന്റെ ചികിത്സകളുണ്ട്, ഔഫാഖുണ്ട്, ഒക്കെയുണ്ട്. നല്ലവരുണ്ട്, അത് പഠിച്ച് നല്ലതുപോലെ അച്ചടക്കത്തിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ പകയന്മാർ ചതിക്കുന്നു. ഇവിടെ പകയന്മാർ പറ്റിക്കുന്നുണ്ട്. നല്ലതും ചീത്തയും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ എന്തെല്ലാം തട്ടിപ്പ് സുബ്ഹാനല്ലാഹ് സമൂഹത്തിൽ. ഒരു സ്ഥലത്ത് ഞാൻ കേട്ട് ചിരിച്ചുപോയി. ഒരു ഉസ്താദ് എന്നോട് കഥ പറഞ്ഞു. ഒരു ഉസ്താദ് തന്നെയാണ് പറഞ്ഞ കഥ. എന്ത്, അയാളെ കഥയിൽ ബോരിനെ കെട്ടാനാന്നില്ല, പശുവിനെ കെട്ടാനാന്നില്ല. കെട്ടിയെങ്കിൽ പശു ബറക്കുന്നു, വല്ലാത്ത ബറക്കൽ. കുറേ ആളെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ ഒരുത്തൻ ചെന്ന് കടപ്പുണ്ടു, പിന്നെ ഒരുത്തൻ ചെന്ന് ജാഗൻ്റെ പ്രോബ്ലം, പിന്നെ ഒരാൾ ചെന്ന് സിഹിർ. എല്ലായി എന്താക്കുന്നത്, ഇത് ബെറച്ചോണ്ട് കെട്ടാനാവുന്നില്ല, പശു ബറക്കുന്നു. അവസാനം നോക്കുമ്പോൾ സംഗതിൻ്റെ അവിടെ കറണ്ടിൻ്റെ അർത്ത് വന്നിന് താക്ക്. അർത്ത് തണ്ണിൻ്റെ പശക്ക് അർത്ത് വന്നിട്ട് പശുവോട് കെട്ടുമ്പോൾ ബറക്കുന്നു. ഇതാണ് ഈ കടപ്പിൻ്റെ പതിര. അർത്ത് ശരിയാക്കിയിട്ടാകുമ്പോൾ കടപ്പുമില്ല, ജാഗൻ്റെ പ്രോബ്ലമും ഇല്ല, മണ്ണുമില്ല. അപ്പോൾ വെറുതെ ഊഹിച്ച് പറയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തട്ടിപ്പ് നടത്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കരുത്. ഹലാലായ പൈസ ഉണ്ടാക്കണം. ആ ഹലാലായ വിധത്തിൽ ഇസ്ലാമിന്റെ ചിട്ട എങ്ങനെ പറഞ്ഞു? ഫത്ഹുൽ മുഈനിൽ വരെ പറഞ്ഞില്ലേ, ഞാൻ സുഖപ്പെടുത്താമെന്ന് പറയാൻ പാടില്ല. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞില്ലേ അത്? കാരണം ഷിഫയാക്കുന്നവർ റബ്ബാണ്, അള്ളാഹു ആണ്. ഞാൻ വേണമെങ്കിൽ പണിയെടുക്കാം, എൻ്റെ പണിക്ക് ഇത്ര അയാൾ കാണത്ര ചെലവ് കൂലി വാങ്ങട്ടെ. ഇത് ലക്ഷക്കണക്കിന് ഉറുപ്പിക കോൺട്രാക്ട് വാങ്ങി. ഞങ്ങൾ ആ ഭാഗത്ത് ഒരു ചങ്ങ 8 ലക്ഷം ഉറുപ്പ വാങ്ങി ഒരാളിന്ന്. 8 ലക്ഷം വെറുതെ അല്ലേ ഇത്? 8 ലക്ഷം ഉറുപ്പിക വാങ്ങി ഒരു ഷെയ്ത്വാനിയത്തിന് ഇബ്താലി ചെയ്യാൻ വേണ്ടി. എവിടുന്ന് ബാത്തിലാന്ന്? അവസാനം വന്ന് അവർ അടിച്ച് നടുമുള്ളു പൊളിച്ച് 1 മാസക്കാലം പൊര കടന്ന് പൊര വിറ്റിട്ട് കൊടുക്കേണ്ടി വന്നു. ഇതെല്ലാം സമൂഹത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പേര് നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കേണ്ടവരല്ലേ മുസ്ലിയാക്കന്മാർ, മൗലവിമാർ, ഉസ്താദുമാർ? ഇത് നോക്കിക്കല. ആളുകളല്ലേ ഇവിടെ പശുവാകുന്നത്, അവരെ മുതലല്ലേ ഇവിടെ. ആരാ പോകുന്നത്? കഷ്ടത്തിലുള്ള ആളുകളല്ലേ പോകുന്നത്. പ്രയാസം അനുഭവിക്കുന്ന, വീട്ടിൽ ബേജാറ് കൊണ്ട് നട്ടം തിരിയുന്ന ആളുകളല്ലേ ഇവരുടെ അടുത്തേക്ക് പോകുന്നത്. ആ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട, ഇയാൾ പ്രയാസപ്പെടുന്ന ആളാണ്, കഷ്ടത്തിലുള്ള ആളാണ്. ഇയാളെ കഷ്ടത്തിനോട് നമ്മൾ സഹകരിക്കുകയല്ലേ ചെയ്യേണ്ടത്. അയാൾ പിന്നെയും പിയല, അയാളെ പിടിച്ച് പിന്നെയും പിയല. ഇതൊക്കെ വരെ ആകാശത്തുള്ള പണിയൊന്നുമില്ല. നമുക്ക് 1 മാസം ചെയ്താൽ നമുക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, തട്ടിപ്പന്മാർക്കെതിരെ നമ്മൾ ശബ്ദിക്കണം, പകയന്മാർക്കെതിരെ ശബ്ദിക്കണം. എനിക്ക് പൊരുത്തം കിട്ടിയെന്ന് പറഞ്ഞിട്ട് മജ്ലിസ് തുടങ്ങുന്നവരുണ്ട്. എന്നിന് ഈ കള്ളനാണയത്തിനെ ചെലവാക്കാൻ വേണ്ടി, വൈറ്റാക്കാൻ വേണ്ടി നടത്തുന്ന മജ്ലിസാണ് ഇവർ റാത്തീബിൻ്റെ മജ്ലിസ്. അവിടെയൊക്കെ വിളിച്ചാൽ പോകുന്ന ബിരിയാണി കിട്ടുന്നു, പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. ഇതൊക്കെയാണോ നമ്മൾ കൂട്ടിക്കേണ്ടത്? ഇതെല്ലാം അടിവരുന്നത് സുന്നത്ത് ജമാഅത്തിനാണ്. ഇതിനൊക്കെയാണ്, ഇതുപോലത്തുള്ള ഏർപ്പാടിനൊന്നും ബേക്കൽ ഉസ്താദ് ജീവിതത്തിൽ കൂട്ടുനിന്നിട്ടേയില്ല. ഇതിനെ ശക്തമായി എതിർക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്. അതിരേക്കത്തിനോ ഈ നിലക്ക് ഔലിയാക്കാനോ കുത്തുബാക്കാനോ അല്ലെങ്കിൽ അതുപോലത്തെ മജ്ലിസാക്കാനോ ഒന്നും ഉസ്താദ് ജീവിതത്തിൽ പോയിട്ടില്ല. ആ ഫിഖ്ഹിൽ എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ തന്നെ ജീവിച്ചു. അതുകൊണ്ട് ഉസ്താദിന്റെ മരണം നമുക്കതുപോലത്തെ ആ നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.